ഇന്ന് ചരിത്രകാരന്മാരെ സമ്മതിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം തോമ അർക്കദയാക്കോനെ നമ്മുടെ അന്ന് ഉണ്ടായിരുന്ന ഭരണവ്യവസ്ഥ അനുസരിച്ച് അർക്കദയാക്കോന്മാരായിരുന്നുവല്ലോ ഇവിടുത്തെ ഭരണക്രമത്തിന്റെ തലതൊട്ടപ്പന്മാർ. നമ്മുടെ അർക്കദയാക്കോനെ, തോമ അർക്കദയാക്കോനെ 12 വൈദികർ ചേർന്ന് മെത്രാനായി വാഴിച്ചു. ഈ 12 പട്ടക്കാർ കൂടി മെത്രാനായിട്ട് തോമ അർക്കദയാക്കോനെ വാഴിച്ച് ഒന്നാം മാർത്തോമാ മെത്രാൻ എന്ന് പേര് കൊടുത്തപ്പോ പലർക്കും ഒരു സംശയം, ഇദ്ദേഹത്തിന്റെ പട്ടത്വത്തിന് അത്ര പൂർണ്ണതയുണ്ടോ എന്ന്. അല്പം പൂർണ്ണത തികയ്ക്കാനായിട്ട് 1665 യെരുശലേമിൽ നിന്നൊരു മെത്രാപ്പോലീത്ത ആദ്യമായിട്ട് മലങ്കരയിലേക്ക് വന്നു. മാർ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ. അന്ത്യോഖ്യയുമായി സിറിയൻ സഭയുമായുള്ള ബന്ധം ആരംഭിക്കുന്നത് നോക്കണേ 1665 മാത്രമാണ്. നമ്മുടെ പിതാവായ മാർത്തോമാ മെത്രാന് പൗരോഹിത്യം സംബന്ധിച്ച് എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അത് ഒന്ന് പരിഹരിക്കുവാനായിട്ട് കടന്നു വന്നു മാർ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ. എന്റെ ചെറുപ്പകാലത്തെ ഒരു നിത്യസംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്നത്തെ പോലെ തീപ്പെട്ടിയൊന്നും സുലഭമല്ലാതിരുന്ന കാലം. ചിലപ്പോ വീട്ടിലെ തീ കെട്ടുപോകും. ഉടനെ അമ്മച്ചി എന്നോട് വിളിച്ചു പറയും, അയൽപക്കത്ത് പോയി ഒരു തീക്കൊള്ളി വാങ്ങിക്കൊണ്ടുവരാൻ. അടുത്ത വീട്ടിലേക്ക് പോയി തീക്കൊള്ളി വാങ്ങിക്കൊണ്ടുവന്ന് അടുപ്പിലെ തീ വീണ്ടും ജ്വലിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ തോമ അർക്കദയാക്കോനെ 12 പട്ടക്കാർ കൂടി മെത്രാനായി അഭിഷേകം ചെയ്തപ്പോ എന്തെങ്കിലും ഒരു കുറവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പൗരോഹിത്യമാകുന്ന മഹാപൗരോഹിത്യമാകുന്ന ആ തീക്കൊള്ളിയുമായിട്ട് കടന്നു വന്നു അബ്ദുൾ ജലീൽ മെത്രാൻ. അന്ന് ആരംഭിച്ചതാണ് ഈ നമ്മുടെ സഭയുടെ ദുരവസ്ഥയുടെ തുടക്കം. തീക്കൊള്ളിയുമായി വന്നവർ പിന്നീട് വീടിന് അവകാശം പറഞ്ഞതുപോലെ ഈ പൗരോഹിത്യം ഒന്ന് ക്രമീകരിക്കാനായിട്ട് വന്നവർ ഈ സഭയുടെ ഉടമസ്ഥന്മാർ ഞങ്ങൾ